ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ തിരുപ്പൂരത്തെ വ്ളോഗാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയണ തിരുപ്പൂരത്തെ വ്ളോഗ് ഇട്ടാണ്. ഞാൻ മടിച്ച് എടുക്കാക്കണാണ്. ഇന്നും പോയിട്ടിട്ടില്ലെങ്കിൽ ഷിഫ്റ്റിനെ അവിടുന്ന് അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ ഓനെ ഇതിട്ട് എന്താ ഓനിപ്പോൾ നെട്ടാല് ഇറങ്ങണം ഷിഫ്റ്റിനെ ചമ്മിയും പറയും. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മളെ വ്ളോഗാക്കാൻ വിചാരിച്ചു. തിരുപ്പൂരിൽ നിങ്ങൾക്ക് അറിയാം, കാര്യമായിട്ടൊന്നുമില്ല. ഒരു റൂം രണ്ട് മൂന്ന് ബാച്ചലറായിരിക്കണം. ഞാൻ മാത്രമുള്ള ബാച്ചിലർ അല്ലാത്ത. അപ്പോൾ ഇതിൻ്റെ അടിയിൽ റൂമുണ്ട്, അവിടെ ഒരു ബായിയുണ്ട്. പിന്നെ ഇവിടെ മേലെ ചെക്കന്മാരാണെങ്കിൽ ചെക്കന്മാരൊക്കെ നടത്തി അയച്ചു. അവലൊക്കെ പോകുമ്പോൾ രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇനി ഇപ്പം നീച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 8 മണിയായി. ചെക്കൻ പോയിക്കണം, കടയിൽ പോയിക്കണം, കട നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇന്നലെ തീരുമാനമൊക്കെ ഉണ്ടേനി. അപ്പോൾ ഒക്കെ തിരുമ്പി റൂമിൻ്റെ പുറത്തത്തെ ഒരു വ്യൂ. ഇവിടെ തന്നെ റോമെയിൻ റോഡായോണ്ടേ എല്ലാ പുറത്തും കിട്ടൂല, കൊച്ചിയും കൂടി എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് ബാത്റൂം അത് കഴിഞ്ഞിട്ട് സിഗരറ്റ് കുട്ടികളും നോക്കണ്ട, അതൊക്കെ നമ്മളെ ചെക്കന്മാരതാണ്. ഇതാണ് തിരുമ്പിട്ടൊക്കെയാണ് ഫുള്ള്. അപ്പൊ ഇനി ഇതൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് പോയാലേ ഉണങ്ങിയിട്ടില്ല. പക്ഷെ ബ്രെഡ് പോയാല് അമ്മാരി വെയിലാണ് നട്ടുച്ചക്കൊക്കെ, പിന്നെ നിരക്കും സാധനം. നമുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് റൂമിൽ കൊണ്ടിട്ടാല് കുറച്ചും കൂടി ആയിച്ചിട്ടും ഡ്രസ്സിന്, ഇല്ലെങ്കിൽ പിന്നെ ആകെ കുടുങ്ങും. നിരച്ച് പിണ്ടിയ കുറെ ഡ്രസ്സ് അങ്ങനെ വെയിലുണ്ടിട്ട് നിരച്ച് പിണ്ടിയില്ല. ഷമ്മിനൊക്കെ തിരുമ്പിയാല് വരന്റെ മേലെ കൊണ്ടിടും രാവിലെ. രാത്രി വൈകുന്നേരം ഒരു 6 മണി 7 മണി ആകുമ്പോഴാണ് എടുത്ത് വെക്കുക. അപ്പൊ തന്നെ ആ ഡ്രസ്സ് വെയിലുണ്ട് ഒരുമിച്ച് കാണും. ഇപ്പൊ ഏതായാലും റൂമിൽ കൊണ്ടിട്ടാല് അതാവും. അപ്പൊ ഏതായാലും ഇതൊക്കെ നിർത്തക്കാം. ഡ്രസ്സൊക്കെ എടുത്ത് മേലെന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിക്കണേ. അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് ശരിയായിക്കോളും. ഫാൻ ഇട്ട് കൊടുത്താൽ അത് ഉണങ്ങിക്കോളും. പിന്നെ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പം ഇപ്പം തന്നെ ഇട്ട് പോയാൽ വൈകുന്നേരത്തിന് ഉണങ്ങും. പക്ഷെ ഇങ്ങനെ ഇട്ടാൽ പ്രശ്നം ചെറിയൊരു മണം ഉണ്ടാവും. വെയിലത്താകുമ്പോൾ പിന്നെ ആ മണം ഉണ്ടാവില്ല, ആ ഒരു മാറ്റമുണ്ട്. പിന്നെ സ്പ്രേ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഏതായാലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടയിൽ കൂടാൻ നോക്കട്ടെ. കടയിൽ നിന്ന് ചെറിയ വ്ളോഗ് എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പാക്കാം. കടയിലൊന്നുമില്ല, കടയിൽ അങ്ങനെ ഇരിക്കുക. ഉച്ചക്ക് രാത്രി ഫുഡ് വരും, അതന്നെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുറച്ച് കള്ളുടിയന്മാരെല്ലാം ഉണ്ടാവും. അപ്പോൾ ഓലെ താരം വരികയാണെങ്കിൽ കുറച്ച് കോമഡി ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കൽ നടക്കില്ല. ഏതായാലും ഇൻഷാല്ല പോയോക്കട്ടെ. പോയി നോക്കിയിട്ട് നമുക്ക് കടയത്തെ കുറച്ച് വ്ളോഗും കൂടി കാണിക്കാം. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പം ഞാൻ ഏതായാലും കടയിലേക്ക് പോയോക്കാം. നമ്മളെ അല്ലമാര ഇതിൻ്റെത് ഇതെടുത്തേണ്ടത് അതിൻ്റെ അടിയത്ത് പിന്നെ കാലി. അതാണ് നമ്മളെ അലമാര. അത് കഴിഞ്ഞിട്ട് ഒരു കൂളറാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ കൂളിങ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിൽ നിന്ന്. പിന്നെ കൂളിട്ടാതുകൊണ്ട് ഫോണാക്കലില്ല. അപ്പോൾ ഇത് മാത്രമാണ്. പിന്നെ കൊതുക് വരുന്നതുകൊണ്ട് ബാറ്റ് എടുത്ത് 2 അടി അടിക്കും. റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാലേ ഇത് ഞാൻ താഴത്തെ റൂം ഇതാണ്. ഇവിടെ കിടക്കൂല, അതൊരു ഹാള്, അവിടെ കിച്ചൺ, അവിടെ ഒന്നും ഉണ്ടാക്കൂല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ എങ്ങനെ വന്നാൽ ഇവിടെ നമ്മളെ എല്ലാ സാമഗ്രികളും ഓരോ പഴയ കച്ചവടത്തിലെ സാധനങ്ങളും ഇതൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. ആദ്യം ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്യും. ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചങ്ങാണ്ട് ഒന്നാണ് വടക്കായതാണ്. പിന്നെ ഇത് നമ്മൾ ഫോണിൻ്റെ മുമ്പ് ചൊറുക്ക് നോക്കിയിട്ടേ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ണാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കട. നമ്മൾ തിരുപ്പൂർ അങ്ങാടി എത്തിയിട്ടുണ്ടോ. ഇത് ഹോട്ടൽ കണ്ടല്ലോ, ഇടയ്ക്ക് കടി കൂടെ ഇതിലേക്ക് പാഞ്ഞു പോണ കാണാം. ഇതാണ് നമ്മളെ കട. പിന്നെ ഇത് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഇവിടെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ചായ വാങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കട. കടയിൽ ഇതൊരു പണിക്കാരം ഇത് പണിക്കാരല്ല, ഇത് കസ്റ്റമറാണ്. ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നങ്ങാണ്ട് അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ ഡൗട്ടിൻ്റെ ആശാനാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ ലോക്ക് തുറയണില്ല,
എന്റെ ലോക്ക് അടയണില്ല, ഫേസ് ലോക്ക് വർക്കാണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വരും ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ? തമിഴ് ചൊല്ലിക്കൊണ്ട പ്രശ്നം ഇല്ലേ? നമ്മ ആളുകൾ എല്ലാമേ പാക്കുന്നത് ഇതിലേ പാത്തിടും. അപ്പൊ ഏതായാലും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കാം കടയിൽ നിന്ന്. ഇന്നിപ്പോ കടി സാധാരണ നമുക്ക് മെസ്സാണ്. അപ്പോൾ ഓർക്ക് എന്തോ പ്രശ്നമായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അവിടെ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കണം. ഇരിപ്പിടം, ഒരു ചായയും ചെറിയൊരു ഇതെന്താണ് നിലക്കടല പുഴുങ്ങിയത്. ഇത് ആദ്യമായിട്ട് വാങ്ങാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ ഇതാണ് നിലക്കടല കൊണ്ട് ഇപ്പോൾ ആരോഗ്യമൊക്കെ ഒന്ന് പുഷ്ടിക്കും, തടിയൊക്കെ ഒന്ന് പുഷ്ടിപ്പിക്കാം നമുക്ക്. ചായ കേട്ടോ. അപ്പുറത്തെ ഹോട്ടലാണ്, ഇതിൻ്റെ നേരെ അപ്പുറത്തെ ഹോട്ടലാണ്. പക്ഷെ ആ ഹോട്ടലിൽ നമ്മൾ ഡെയിലി മറ്റേ കല്ലില്ലേ, കല്ലും കൂടെ കയറ്റി ഇങ്ങനെ പാറി പോണതാണ് നമുക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും കഴിക്കില്ല. കുഴപ്പമില്ല, സംഗതി സാറാ. അപ്പം നമുക്ക് ഇന്നത്തെ ചായ എത്ര ഉള്ളൂ. തിരുപ്പൂരത്തെ പരിപാടി ഇതൊക്കെ തന്നെ. ചിലപ്പോൾ ചായം കടി വരൂല. അങ്ങനെ ഇവിടെ പപ്സൊക്കെ ഇടക്ക് വാങ്ങാം, പപ്സും ചായയും. അതേപോലെ ഈ മെസ്സിൻ്റെ ആൾക്കാർ നാട്ടിൽ പോയാൽ പിന്നെ അന്നത്തെ ദിവസം പറയണ്ട. അന്ന് എന്തെങ്കിലും പുറത്തത്തെ ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യലേക്കാരം, വല്ല ബർഗറോ ഷവർമ, എന്നിട്ടൊന്നും ആവില്ല. കാരണം ഉച്ചക്ക് തന്നെ ആവും ഒരാൾക്ക് 100-150 റുപ്യ. പിന്നെ വൈകുന്നേരം എടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ കയറിപ്പോൾ നാട്ടിൽ പോയാൽ. ഏതായാലും രാവിലത്തെ സംഗതി ഇപ്പോൾ ഇതാണ്, നല്ല കടലയും ചായയും. ഉച്ചക്ക് ഇനി ഫുഡ് കൊണ്ടുവന്നവരാറിനേക്കണം. അപ്പം നമുക്ക് കസ്റ്റമറൊന്നും ഇല്ല കേട്ടോ, വളരെ മോശമാണ്. പൊങ്കലിനൊക്കെ ശേഷം ആള് വരല് വളരെ കമ്മിയാണ്. ഇൻഷാല്ലാ ഇനി നാട്ടിൽ കൂടണമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പോയിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, ഒന്ന് പോയൊക്കെ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ കൂടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന ഉണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ കുറച്ചുണ്ട് കടകളിലെ സിറ്റ്. എപ്പോഴും ഇങ്ങനെ ഈ കടന്നെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിക്കൂലേ. വേറെ എന്തെങ്കിലും നല്ലൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ എടുക്കുന്നുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒന്നിപ്പോൾ കാര്യമായിട്ട് ആളൊന്നുമില്ല. ഒറ്റ കുത്തിരക്ക് ഏതെങ്കിലും ഫോണൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുത്തിപ്പൊളിച്ചു. നമുക്ക് മണ്ട പഠിക്കുക. ഇവരൊക്കെ പിന്നെ അത്യാവശ്യം സർവീസ് അറിയുന്ന ആൾക്കാരാട്ടോ. നമ്മൾ ബലത്ത് കണ്ട് ഇങ്ങനെ ചോദിച്ച് പഠിക്കലാണ്. അവരൊക്കെ അത്യാവശ്യം 2 ലക്ഷം റുപ്യ കൊടുത്ത് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെതായിട്ട് അറിവുണ്ടാവും. നമ്മൾ ഒരു 20 റുപ്യ കൊടുത്ത് പഠിച്ച ആളാണ്. അപ്പം നമുക്ക് അത്ര അറിവുണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചെയ്തും കണ്ടൊക്കെ ഇങ്ങനെ പഠിക്കുക. സാറാക്കിയെടുക്കുക. കട ഫോണാണ്, എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, സാധനം ഓണാണില്ല. അങ്ങനത്തെ ചെറിയ എല്ലാത്തിൻ്റെ പരിപാടി ടൈം പാസിനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ്. കസ്റ്റമർ ഇല്ലാണ്ടെങ്കിൽ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കടൻ്റെ ഉള്ളിൽ പിന്നെ വേറെ ഒന്നും എടുക്കാറില്ല. അതിൽ പിന്നെ ഞായറാഴ്ചയൊക്കെയാണെങ്കിൽ പിന്നെ ഒന്നും കൂടി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഏരിയയിൽ പിന്നെ ആൾ കമ്മിയേക്കാരം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ. പിന്നെ ഒന്നാമത് ഈ ഇടയിൽ പൊങ്കലൊക്കെ കഴിഞ്ഞില്ലേ, അതിലൊരു ആഘോഷമാണ് പൊങ്കൽ. അപ്പോൾ പൊങ്കലിനൊക്കെ അത്യാവശ്യം എല്ലാവരും പൈസ പൊട്ടിച്ച് കാണും. ഇനി പിന്നെ അടുത്ത മാസം ഞാൻ സാലറി ഇറങ്ങിയിട്ട് വേണം ഞാൻ ആൾക്കാരൊക്കെ വരാൻ. അപ്പോൾ അതുവരെ പോലും ഇങ്ങനെ ആ ചിലവും കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ടാണ് മാർക്കറ്റിൽ ഒന്നും ഇറങ്ങലുണ്ടാവില്ല. കടൻ്റെ ഉള്ളിൽ ഓവറായി കാണിച്ച നിങ്ങൾക്ക് തന്നെ ഒരു ഇതേക്കാരം, ഒരു ചടപ്പേക്കാരം. കാരണം കടനുള്ളിൽ വേറെ ഒന്നും കാണിക്കാറില്ല. അപ്പത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ, പിന്നെ വേറെ പടമൊന്നും കൊടുക്കാറില്ലല്ലോ. പിന്നെ ചെക്കന്മാരൊക്കെ പുറത്തുള്ളതുകൊണ്ട് ചെറിയ എടുക്കാൻ ഒരു മടി. പോകെ ശരിയായിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഫുഡ് വന്നിരിക്കണേ. ഫുഡ് നമുക്ക് വരല് ഇങ്ങനെയാണ്. ഇതാ പപ്പടം പൊടിച്ചിട്ടൊക്കെയാണ്. ഇന്നിപ്പോൾ നേരെ കൊടുന്നാലും പപ്പടം ഇതാവില്ല. പ്ലേറ്റ് നോക്കണ്ട കേട്ടോ, പ്ലേറ്റിലിട്ട് തിന്നൂല. ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ഈ സാധനത്തിലാണ് ചോറ്. അത് അങ്ങനെയാണ് കീറിങ്ങാണ്ട് നമ്മൾ അതിലിട്ട് തിന്നുക ചെയ്യാം. പിന്നെ വന്നിട്ട് ഇതൊരു ഉപ്പേരി, പിന്നെ വന്നിട്ട് ഒരു കറി, സാമ്പാറും. ഇതൊക്കെയാണ് പൊളിച്ച് നമ്മൾ ചാറായിട്ടാണ് തിന്നുക. പൊളിക്കണ വീഡിയോ കാണിക്കാൻ കഴിയോ അറിയില്ല, നോക്കട്ടോ കഴിയോ എന്നുള്ളത്. പൊളിക്കണ വീഡിയോ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, തിരിച്ചു വെച്ചൊക്കെയാണ്, എന്താ അറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് റബ്ബറൊക്കെ ഇട്ട് നല്ല ലോക്കിട്ട് കൊണ്ടുവന്നിട്ടാണ് ചോറ്. ഇതാണ് ഇങ്ങനെയാണ് വരിക. ഇത് നമ്മളെ നേക്കിൽ നടുവിൽ ഇങ്ങനെ കീറിയിട്ട്
ഇങ്ങനെ കീറും. ഇങ്ങനെ കീറിയിട്ട് അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കീറിയിട്ട് ഈ സൈഡും കീറി ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ ആക്കി വെക്കും. ആക്കി വെച്ചിട്ട് അടുത്തത് നമ്മളെ കറി ഇതേമാതിരി നൂലുകൊണ്ട് കെട്ടിട്ടത് അയച്ച് കറി ഇതേമാതിരി വെക്കന്നെ. എങ്ങനെയുണ്ട് സംഗതി? സെറ്റപ്പ് അല്ലത്? ഏതായാലും പെരിയിലാണെങ്കിൽ ഇരുന്ന് കൊടുത്താൽ മതി, സാധനം മുന്നിലാണ്. ഇത് നമ്മൾ ഓരോന്നോരോന്ന് കെട്ടയച്ച് അങ്ങനെ. അതേമാതിരി ഇതെന്താ ചിക്കനാണ് തോന്നുന്നത്. എന്തോ ഒരു കൂട്ടാനാണ്, ഉള്ളി കൂട്ടാനാണോ ചിക്കനാണോ അങ്ങനെ. അത് കഴിഞ്ഞു. അടുത്തത് പപ്പടം. പപ്പടം സ്റ്റാപ്ലർ കൊണ്ട് പിന്നീട് വെച്ചേക്കാട്ടെ. പിന്നെ പപ്പടം ഇതിലേക്ക് ഇട്ട് നല്ല അതിട്ട് എന്നിട്ട് ഇത് കൊണ്ടുവന്ന കവർക്ക് വെച്ചിട്ട് അങ്ങനെ. ഇതാണ് ചോറ്, സാമ്പാർ, പപ്പടം. ഇതെന്ത് ഇറച്ചിന്റെ ഒരു ഇറച്ചിയാണ്. അപ്പൊ ചോറും കിട്ടി. ഇതാണ് ഇരുന്നിട്ട് കസാരി പോയി ഇരുന്ന് ഇങ്ങനെ മയങ്ങണം. അപ്പൊ നല്ല സുഖയിക്കാറ്. ആ ചെറിയ കാര്യം കേട്ടോ, വലിയൊരു ഹരം കിട്ടൂല തിന്നാന്. എക്സ്പ്രഷൻ ഒന്നും ഇടാൻ കഴിയണില്ല ടേസ്റ്റ് കൊണ്ടേ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഏതായാലും ഇതാണ് തിരുപ്പൂരത്തെ ചെറിയൊരു ബ്ലോഗ്. കുറെ കാലം എടുക്കണം വിചാരിച്ചണേ, മടി കൊണ്ട് ഇങ്ങനെ എടുക്കാക്കണേ. അപ്പോ ഇനി ഫുഡ് രാത്രി ഉള്ളു കേട്ടോ. രാത്രി ഒരു സമയം 8 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വരും. അങ്ങനെ അതിൽ പൊറാട്ടയും വരെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ളോഗ്, തിരുപ്പൂർ വ്ളോഗ് ഇത്ര ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം, നല്ലൊരു വ്ളോഗായിട്ട് കാണാം. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും.